Hello guys, welcome back to Scene Podcast episode number 9. So today എന്ന് പറയുമ്പോൾ ഇന്ന്, ടുമാറോ എന്ന് പറയുമ്പോൾ നാളെ. അപ്പോൾ ടുഡേയിലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സംസാരിക്കുന്നില്ല ഗൈസ്, എന്നത്തെയും പോലെ ഇന്നും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങളോട് സംസാരിക്കാമെന്ന്. പിന്നീട് കുറച്ചു നേരം വെളിയിൽ പറഞ്ഞിരുന്ന തത്തകളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം നാട്ടുകാരെന്ത് വിചാരിക്കുന്നത് വെച്ചാൽ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിക്കാം, വെറൈറ്റി അല്ലേ, സെറ്റല്ലേ. സോ ഗൈസ്, അപ്പം എന്നത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ വർഷം അവസാനിക്കാൻ പോകണമല്ലോ. അപ്പം വർഷം അവസാനമായതുകൊണ്ട് ചുമ്മാ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഒന്ന് തിരിഞ്ഞ് നോക്കാമെന്ന്. അപ്പം ഞാനിങ്ങനെ ഇരുന്നിട്ട് തിരിഞ്ഞു നോക്കാമായിരുന്നു. അപ്പം മതിലാണ് ഞാൻ കണ്ടത്. സീൻ ചളു ഞാൻ മാത്രമേ ചിരിച്ചുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ആലോചിക്കായിരുന്നു കേസ്, കഴിഞ്ഞൊരു വർഷം എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ചോദിക്കും, നിങ്ങളുടെ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. ഓക്കെ, ആഹാ, നൈസ്, സീൻ, വെരി ഗുഡ്. ഇതൊക്കെ പോലെയായിരുന്നു എൻ്റെയും ഒരിത്. പക്ഷെ എന്നാലും എൻ്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു വർഷം നമുക്ക് 2022 പോകാം. 2022 ഇതേ സമയം ഇതേ ദിവസം ആണെന്ന് തോന്നുന്നു. ഞാൻ കുറേ ന്യൂ ഇയർ റെസൊല്യൂഷൻസൊക്കെ നമ്മൾ എടുക്കുമല്ലോ. അപ്പം അങ്ങനെ കുറേ പ്ലാൻ ചെയ്തു. അതിലാദ്യം ഇരുന്നൊരു സാധനമാണ് ജിമ്മിൽ പോകുന്നുള്ളത്. എന്നിട്ട് ജിമ്മിൽ പോകുമെന്നുള്ള തീരുമാനം എടുത്തു. ജിമ്മിനെ ഒരു ജിം കണ്ടുപിടിച്ചു. കുറേ ജിമ്മുകളുണ്ട് ട്രിവാൻഡ്രത്ത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ജിമ്മ് എന്നാൽ ഇവിടെ സെറ്റാണ്. അന്ന് പോയി തപ്പി കണ്ടുപിടിച്ചു, പോയി സംസാരിച്ചു. അടുത്ത ദിവസം തൊട്ട് എനിക്ക് അറിഞ്ഞൂടാ ജിമ്മ്, ഞാൻ പോയിട്ടില്ല. സീനെന്ന് വെച്ചാൽ ഈ കട്ടിലിൽ നിന്ന് എഴുന്നേക്കുന്ന തന്നെ വലിയൊരു എക്സസൈസ് എന്നെനിക്ക് ശരിക്കും ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അതിനെങ്കിൽ ആക്ച്വലി ജോയിൻ ചെയ്തില്ല. ജോയിൻ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ ജിമ്മൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നപ്പം കട്ടിലിൽ നിന്ന് രാവിലെ എഴുന്നേക്കുന്ന തന്നെ വലിയൊരു പണിയായതുകൊണ്ട് നമുക്ക് വൈകിട്ട് പോകാമെന്ന പ്ലാനായി. അപ്പോൾ വൈകിട്ട് ആലോചിച്ചപ്പോൾ വിചാരിച്ച് എന്തായാലും ഇപ്പം പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഗ്രൗണ്ട്സൊക്കെ ഇല്ല ചെയ്യിപ്പിക്കുന്നത്. അപ്പം എന്നാൽ പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഗ്രൗണ്ട്സൊക്കെ ചെയ്ത് ഒന്ന് ബോഡി സെറ്റ് ചെയ്ത് അവിടെ ചെന്നിട്ട് നമുക്ക് മറ്റേ മെഷീനിലൊക്കെ വെയിറ്റൊക്കെ എടുത്ത് തകർക്കാം. അപ്പം അടുത്ത ദിവസം അങ്ങനെ വൈകുന്നേരമായപ്പം ഗ്രൗണ്ട്സ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ആലോചിച്ചപ്പം എനിക്ക് എക്സസൈസ് ഒന്നും അറിഞ്ഞൂടല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ യൂട്യൂബിൽ നോക്കാമെന്ന് വെച്ചു. അപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ട് കുറേ എക്സസൈസ് കണ്ടു. പിന്നീട് താഴെയുള്ള വീഡിയോസ് എല്ലാം കണ്ട് നേരെ ഇരുട്ടിയത് അറിഞ്ഞില്ല. പിന്നെ വിചാരിച്ച് അടുത്ത ദിവസം നമുക്ക് സെറ്റ് ചെയ്യാം, രാവിലെ എഴുന്നേക്കാൻ പറ്റിയില്ല, മിസ് ചെയ്തു. പിന്നെ വൈകുന്നേരം ചെയ്യാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം പിന്നെ ചെയ്തില്ല ഗൈസ്. അങ്ങനെ ജിമ്മിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ ബാക്കി ന്യൂ റെസൊല്യൂഷൻസിനെ പറ്റി പറയണ്ടല്ലോ. അപ്പം അതെല്ലാം ഒന്നും നടക്കാതെ പോയി. പക്ഷേ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ആക്ച്വലി ന്യൂ ഇയർ റെസൊല്യൂഷൻ അത് വേണ്ട, നമുക്ക് ആ വാക്ക് കളയാം. ഞാൻ 2023 ചെയ്യാൻ വെച്ചിരുന്ന കുറേ കാര്യങ്ങളിൽ ഭൂരിഭാഗം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അത് സത്യം തന്നെ. പക്ഷേ അതിൽ കുറച്ചൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാര്യം ഞാൻ ആലോചിച്ചു കുറച്ചധികം സോങ്സ് കവേഴ്സ് എങ്കിൽ അറ്റ്ലീസ്റ്റ് ചെയ്യണം. പിന്നീട് കുറച്ച് വീഡിയോസ് എടുക്കണം, കുറച്ച് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യണം. എൻ്റെ ഒറിജിനൽ ട്രാവൽ പ്ലാൻ വാസ് ലൈക്ക് ജയ്പൂറോ അങ്ങനെ എവിടെയെങ്കിലും പോകണമെന്നായിരുന്നു. പക്ഷേ ജയ്പൂർ, മേഘാലയ അങ്ങനെയൊക്കെ എനിക്ക് പോകണം ഭയങ്കര ആഗ്രഹം. അതും നടന്നില്ല. പക്ഷെ എന്നാലും കഴിഞ്ഞൊരു വർഷം നോക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്ത വർഷമാണ്. ട്രിവാൻഡ്രം വിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുള്ള ഒരു ഇയർ എന്ന് വേണം പറയാം. അതിന് മുമ്പത്തെ വർഷം ഞാൻ അങ്ങനെ എവിടെയും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ആയിരുന്നു മോസ്റ്റ്ലി. പിന്നീട് കഴിഞ്ഞൊരു വർഷം സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷമല്ല, ഈ 2023 ഏറ്റവും അടിപൊളി ആയിട്ടുള്ളൊരു വർഷമാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്നെ സംബന്ധിച്ച് എനിക്കൊരുപാട് ഗെയിനും ലോസും ഏതാണ്ട് ഒരുപോലെ നിൽക്കുന്ന ഒരു ഇയർ ആയിരുന്നു എന്ന് വേണം പറയാം. എനിക്ക് അതിനൊന്ന് മുമ്പത്തെ വർഷമൊക്കെ ഭയങ്കര സീനായിരുന്നു ഗൈസ്. പിന്നീട് ഇപ്രാവശ്യം എല്ലാം ഒരു ബാലൻസ്ഡ് ഇയർ ആയിരുന്നു. ആൻഡ് നൈസായിരുന്നു, ടോട്ടലി നൈസായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരെ നഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് അതിലേറെ ആൾക്കാരെ എനിക്ക് കിട്ടി. സീനാണ് ഗൈസ്. ഈ വർഷം നോക്കിയപ്പോൾ ഞാനൊരു അങ്കിളായി. അങ്കിൾ എന്ന് പറഞ്ഞാൽ
ഐ മീൻ അങ്ങനെയല്ല, അങ്കിൾ ഓ ഡാർക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഐ മീൻ എനിക്ക് അറിഞ്ഞൂടാ കേസ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അങ്കിൾ ഇൻ ദ സെൻസ് UNCLE അല്ലേ? അങ്കിൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നത്. സീൻ അല്ല, എനിക്ക് ആക്ച്വലി എന്നെ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സ്വന്തം എന്ന് പറയുന്ന ഒരു ചേട്ടനും ചേച്ചിയുണ്ട്. അവർ മാത്രമല്ല കുറേ ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് ഒരു ബേബി ഗേളിനെ ഈ വർഷം കിട്ടി. സീൻ ഇപ്പം ഓൺ ദ നോട്ട് ഐ എം എൻ അങ്കിൾ. ഓക്കെ. സീൻ മൊത്തത്തിൽ സീനാണല്ലോ ഗൈസ്. ഞാൻ പറഞ്ഞ് ഡാർക്ക് പറഞ്ഞു തരാണെങ്കിൽ ഞാൻ ഈ വർഷം നോക്കുകയാണെങ്കിൽ കുറേ കാര്യം സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്തു കേട്ടോ. ഞാൻ പറയാം. 2022 അതോ ഫെബിനാണെന്ന് തോന്നുന്നു. ഐ മീൻ 2023 ഫെബ്രുവരിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ കൂട്ടുകാരൻ എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചു. ആ ഒരു സമയത്ത് വൻ സീനായിരുന്നു. പക്ഷേ അത് ശരിക്കും നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പായിരുന്നു തോന്നുന്നു. ഞാൻ മറന്നു. അങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഇപ്പോഴും ഒന്നും അറിഞ്ഞൂടാ, അന്നും അറിഞ്ഞൂടാ, ഇനി അറിയുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ അഭിനയിക്കേണ്ടി വന്നു. അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു. അതുപോലെ നമ്മളിപ്പോൾ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പോഡ്കാസ്റ്റ് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിട്ട് കുറേ നാളായിരുന്നു. പക്ഷേ കുറേ നാളായി. അപ്പോൾ അത് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, കുറേ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ചെയ്തു. അതുപോലെ ഈ വർഷം ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് മെമ്മറബിൾ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ വയനാട് പോയി അടിച്ചു പൊളിച്ചു. ഞാൻ ഫ്രണ്ട്സായിട്ട് വയനാട് പോയത് വേറൊരു കോൺഫറൻസിന്, പക്ഷെ നമ്മൾ അടിച്ചു പൊളിച്ചു. ഭയങ്കര രസമായിരുന്നു. സീൻ വന്നവർക്കൊക്കെ അറിയാം എന്തൊക്കെയാണ് പൊളിഞ്ഞതെന്ന്, അടിച്ചു പൊളിച്ചതെന്ന്. അപ്പം വൻ സീനായിരുന്നു ഗൈസ്. അപ്പോൾ നൈസായിരുന്നു. എനിക്ക് കുറേ ആൾക്കാർ കുറേ ആൾക്കാരെ അടുത്തറിയാൻ പറ്റി. എനിക്ക് കുറേ ആൾക്കാരെ ഫാമിലി പോലെ കുറേ ആൾക്കാരെ കിട്ടി എനിക്ക്. അപ്പം അങ്ങനെ സത്യം പറഞ്ഞാൽ ലോസസിനെക്കാട്ട് ഏറ്റവും എനിക്കൊരുപാട് സംഭവങ്ങൾ കിട്ടി. അതാണ് ഈ വർഷത്തെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ആൻഡ് ഓൾസോ ഗൈസ് എന്താ പറയുക, ഇനി അടുത്ത വർഷം എനിക്ക് കുറേ പ്ലാൻസ് ഉണ്ട്. പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ കുറേ പ്ലാനുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ എൻ്റെ പ്ലാൻസ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്ലാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇപ്രാവശ്യം ആക്കി. എന്നിട്ട് എൻ്റെ കൂടെ അഡീഷണൽ കുറച്ചും കൂടെ ആഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ജിമ്മ് തന്നെ പിന്നെ ഇപ്രാവശ്യം റിപ്പീറ്റ് ഉണ്ട്. അപ്പോൾ ജിമ്മ് മറ്റേ നമ്മുടെ ആദർശില്ലേ, അവനാണെങ്കിൽ കഴിഞ്ഞ മാസം തൊട്ട് തന്നെ വിളിക്കുക ജിമ്മിൽ പോകാം. മറ്റേ അവസാനം അവന് മനസ്സിലായി ഇനിയിപ്പം അടുത്ത വർഷം അതായിരിക്കും നല്ലത്. അവൻ ഇങ്ങനെ വന്നിട്ട് ഇനിയിപ്പം വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും, നിൽക്കാൻ അടുത്ത വർഷം ആണ്. പിന്നെ ഏഡിൽ ചേട്ടൻ എന്ന് ചേട്ടനുണ്ട്. അപ്പം അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറയായിരുന്നു, ബ്രോ ജാൻ ഫസ്റ്റിന് വന്നിട്ട് കാര്യമില്ല, കാര്യം ഭയങ്കര തിരക്കാൻ. കുറേ ആൾക്കാർ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇങ്ങനെ ജിമ്മിലൊക്കെ ജോയിൻ ചെയ്യണമെന്ന് തീരുമാനിച്ച് കാണും. അപ്പോൾ പിന്നെ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. മേ ബി ഒരു മാസം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഫുൾ ഒഴിവായിരിക്കും, ജിം മൊത്തം കാലിയായിരിക്കും. ഇപ്പോൾ സീന് മിക്കവാറും ഞാൻ ആ ഒരു ഫസ്റ്റ് ഒരു മാർച്ചൊക്കെ ആകുമ്പോൾ ജോയിൻ ചെയ്തിട്ട് പിന്നെ ഒരു ജൂൺ ജൂലൈ കഴിഞ്ഞിട്ട് നിർത്തും. അതായിരിക്കും എൻ്റെ ഒരു പോക്ക്. എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. പിന്നീട് ഇന്നത്തെ പോഡ്കാസ്റ്റ് എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ പറ്റി എനിക്ക് സംസാരിക്കണമെന്ന്. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ആയിരുന്നു എൻ്റെ പ്ലാൻ ഇനിഷ്യലി സംസാരിക്കും. പക്ഷേ എനിക്ക് മനസ്സിലായി അത് വെറും വേസ്റ്റാണെന്ന്. കാര്യം എഴുതി വയ്ക്കാം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാം എന്നുള്ളതല്ലാതെ വെറും വേസ്റ്റാണെന്നുള്ള കാര്യം മനസ്സിലായി ഗൈസ്. പിന്നീട് എന്താ പറയുക, എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടൊരു പ്രയോജനമില്ല, എഴുതി വെച്ചിട്ടും പ്രയോജനമില്ല. അണ്ടിൽ ആൻഡ് അൺലെസ് നമ്മൾ ആ പരിപാടി ചെയ്താലേ എന്തെങ്കിലും പ്രയോജനമുള്ളൂ. സീൻ ഇതൊക്കെ ഞാൻ പറയാൻ എനിക്കറിയാം ഇത് ഇച്ചിരി ഓവറാണെന്ന്. ഞാനീ പറയുന്നത് എനിക്കും കൂടി ആയതുകൊണ്ട് പിന്നെ ഞാനങ്ങ് സഹിച്ച്, അല്ല എന്താ പറയുക. അപ്പോൾ ഗൈസ്, അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് അത് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞെന്ന് തോന്നുന്നു. യെസ്, ഈ ഒരു പോഡ്കാസ്റ്റ് ആക്ച്വലി കുറേ നാളായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അങ്ങനെ അപ്പോൾ അതെന്തായാലും ഈ വർഷം നമ്മൾ സാധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഓഡിയൻസ് ഉണ്ട്, നല്ല രീതിയിൽ
എന്നെ സപ്പോർട്ട് കുറേ ആൾക്കാർ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം അതിൽ. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഗ്രോത്ത് ഉണ്ട് നമ്മുടെ ഈ പോഡ്കാസ്റ്റ്. ഞാനിങ്ങനെ അനാലിറ്റിക്സ് ഒക്കെ നോക്കുമായിരുന്നു ഗൈസ്. അപ്പം നൈസാണ്. അപ്പോൾ അടുത്ത വർഷം എല്ലാം ഒന്ന് അപ്സ്കെയിൽ ചെയ്യണമെന്നുണ്ട്. അതാണ് എൻ്റെ ഒരു പോഡ്കാസ്റ്റ് എന്ന രീതിയിൽ. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് വഴിയിലേക്ക് കേൾക്കുന്ന ഈ തള്ളല്ല, നിങ്ങൾ നീങ്ങിപ്പോവാതെ സീറ്റ് ബെൽറ്റ് ഇട്ട് വേണം കേൾക്കാൻ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അപ്പോൾ എനിക്ക് ഒന്ന് അപ്സ്കെയിൽ ചെയ്യണമെന്നുണ്ട്. ലൈക്ക് വീഡിയോ പോഡ്കാസ്റ്റ് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ചെയ്തു. അത് ഇറ്റ് വെൻ വെൽ, പക്ഷേ ക്വാളിറ്റി ഭയങ്കര ബോറായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, എനിക്ക് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. പിന്നെ എന്തൊക്കെയൊക്കെയോ ഇഷ്യൂ ഉണ്ട്. എപ്പോഴൊക്കെയോ ഏതൊക്കെയോ റെക്കോർഡ് ചെയ്യുമ്പം പെട്ടെന്ന് ക്വാളിറ്റി ഡ്രോപ്പ് ആകുന്നത്, അങ്ങനെ കുറേ എന്തൊക്കെയോ ഓഡിയോയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം. അടുത്ത വർഷത്തേക്ക് എനിക്ക് വീഡിയോ പോഡ്കാസ്റ്റ് ലോട്ടായാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള വർക്ക് ഞാൻ ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്, എങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഒറ്റ പ്രോബ്ലം ഇസ്, ഇപ്പോൾ ഫോണിൽ നമുക്ക് ഈസിയാണ് ഫോണിൽ വെച്ച് വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം വാട്ട് ഇഫ് 1 hour കഴിഞ്ഞ് പോവുകയാണെങ്കിൽ സ്റ്റോറേജ് ഒരു പ്രശ്നം, പിന്നീട് മിക്ക ഫോൺ ഓവർ ഹീറ്റായിട്ട് അത് വേറെ സീൻ. ഈ ഫോണൊക്കെ അതാ പ്രശ്നം. എനിക്കറിയത്തില്ല, എൻ്റെ ഫോണിലാണെങ്കിൽ സ്റ്റോറേജും ഇല്ല, അതാ വേറെ സീൻ. അപ്പോൾ പിന്നീട് ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് അതിനെക്കാട്ട് സീൻ. ഇഷ്ടപ്പോൾ ഫയൽ സൈസൊക്കെ മാരകമാണ്. മറ്റ് കഴിഞ്ഞൊരു വീഡിയോ പോഡ്കാസ്റ്റായിട്ട് ഞാൻ ഇട്ടത്, അതിൻ്റെ ഫയൽ സൈസ് ഭയങ്കരമാണ്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അത് പക്ഷേ 1 മണിക്കൂർ എന്തോ അടുത്തുണ്ട്, അതുകൊണ്ടായിരിക്കും അത്രയും. അങ്ങനെ കുറേ സംഭവം. ഇപ്പോൾ കേസ് സത്യം പറഞ്ഞാൽ മെനക്കെടാൻ വയ്യ എന്നുള്ളതായിരുന്നു ഇപ്രാവശ്യത്തെ പ്രശ്നം. 2023 24 തൊട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. അതാണ് എൻ്റെ മെയിൻ തീം, ഹാർഡ് വർക്ക് ഹാർഡ്. ഹാർഡ് വർക്ക് സീൻ ഗൈസ്. വർക്ക് ഹാർഡ് വർക്ക്. ഇത് തിരിച്ചു മറിച്ചിട്ട് ഞാൻ സീൻ. മാൻ പൊളി കേട്ടത്. പിന്നെ ഗൈസ് അടുത്ത വർഷം എനിക്ക് അതാണ് എൻ്റെ മെയിൻ ഒരിത്. പിന്നീട് ഞാൻ ബോണസ് ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ എന്തൊക്കെ ഇടുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, ചുമ്മാ പാട്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ച്. കോപ്പിറൈറ്റിന് ഇഷ്യൂ വരുമെന്ന് എനിക്ക് ചെറിയ പേടികളുണ്ട്, മടിച്ചിരിക്കുന്ന. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാം, എന്തെങ്കിലുമൊക്കെ ഇടാം. സീനാണ്. നമുക്ക് സ്പോട്ടിഫൈയിൽ ഈ പോഡ്കാസ്റ്റിനെ നമുക്ക് ഒരു നോർമൽ പോഡ്കാസ്റ്റ് എന്ന രീതിയിൽ നിന്ന് മാറ്റിമറിക്കാം അടുത്ത വർഷം. ചുമ്മാ ഒരു ഓഡിയോ ലോഗ് പോലെ. ഈ വീലോഗാണല്ലോ, വീഡിയോ ലോഗ്, അതുപോലെ ഓഡിയോ ലോഗ്, ലോഗ്. ഹേ ഗൈസ്, വെൽക്കം ടു ലോഗ് എന്ന് പറഞ്ഞിട്ട് വ്ളോഗ് എന്നൊക്കെ പറഞ്ഞല്ലേ. വ്ളോഗ് സീൻ, അത് ഇച്ചിരി സീനായിരിക്കും. എന്തായാലും നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം സെറ്റ് ചെയ്യാം. പക്ഷേ അത് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്തു ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട്. എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും നമുക്ക് വരുന്നൊക്കെ സെറ്റ് ചെയ്യാമെന്നാണ് എൻ്റെ അടുത്ത വർഷത്തെ പ്ലാൻ. അപ്പം മെയിനായിട്ടും പോഡ്കാസ്റ്റൊക്കെ ഒന്ന് സെറ്റാക്കണം. കുറച്ച് മൈക്സൊക്കെ വാങ്ങണം, കുറച്ചും കൂടി സെറ്റപ്പ് ആക്കണം. എന്താ പറയുക, കുറച്ചും കൂടി ഗസ്റ്റിനൊക്കെ വിളിക്കണം. എനിക്ക് കുറച്ച് അധികം ഗസ്റ്റ് ഇപ്പം കുറച്ചധികം ആൾക്കാരുണ്ട്. അപ്പം ഇവരൊക്കെ വിളിക്കാൻ മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഒരു കുഞ്ഞ് സെറ്റപ്പാണ്. പിന്നീട് ഫാൻ ഇടാൻ പറ്റില്ല. പിന്നെ ഫാൻ ഇട്ടായിരുന്നു ഭയങ്കര ഡിസ്റ്റർബൻസ്, ഒരു എന്നും പറഞ്ഞിട്ട് ആ ഒരു സൗണ്ട് എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. അപ്പം നിങ്ങളിപ്പോൾ ഈ ഹെഡ്ഫോൺ വെച്ചിട്ട് കേൾക്കുന്നവർക്കാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് ഫുള്ള് കേൾക്കാൻ പറ്റത്തില്ല. അപ്പം അത്രയ്ക്കും എന്താ പറയുക, എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു മാത്രം ഇങ്ങനെ കുത്തിരുന്ന് കേൾക്കാറുള്ളൂ. അതും യെസ്, താങ്ക് യു. അപ്പം അങ്ങനെ, അപ്പോൾ അത്രയ്ക്കും സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രമേ അങ്ങനെ കേൾക്കാറുള്ളൂ. അങ്ങനത്തെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പുതിയൊരു ഓഡിയൻസ്, പുതിയൊരാളെ കേൾക്കുമ്പോൾ അത് അത്ര ഒരു സുഖം കാണത്തില്ല. അതുകൊണ്ട് വരുന്ന ഗസ്റ്റ് ഇങ്ങനെ വേർത്ത് വിളിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ആരെയും വിളിക്കൂല. പിന്നെ നമുക്ക് എൻ്റെ ഫ്രണ്ട്സും പിന്നെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടിക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ, അവരൊക്കെ ബുദ്ധിമുട്ടണം. യെസ്, എന്നാലല്ലേ നമുക്ക് കുറേ സാധനങ്ങൾ വരും. നമ്മുടെ ബുദ്ധി മുട്ടുമ്പോഴാണ് നമുക്ക് കുറേ ഔട്ട്പുട്ട്. അയ്യോ സീൻ, അങ്ങനെയല്ല. അയ്യോ, ഞാൻ കുറേ വളിപ്പടിക്കുകയാണ്, എനിക്കറിഞ്ഞൂടാ ഞാൻ എന്താ ഇങ്ങനെയാണ്. എന്നാലും ഗൈസ്, പുതിയൊരു വർഷം അടിപൊളിയാവുമെന്ന് വിശ്വസിക്കുന്നു. പോഡ്കാസ്റ്റ്, എൻ്റെ ഈ സീൻ പോഡ്കാസ്റ്റിന് തന്നെ കുറേ സീനായിട്ടുള്ളൊരു വർഷമായിക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ താഴെയുള്ള മറ്റ് ഒരു Q&A പോലെ സാധനമുണ്ട്. പക്ഷേ അത് എനിക്ക് മനസ്സിലായില്ല.
കാര്യം കുറച്ച് ആൾക്കാരിൽ എന്തൊക്കെയോ ഇടുന്നുണ്ട്, പക്ഷെ അതിന് എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിൽ. എന്നുവെച്ചാൽ എന്താ പറയുക, എന്താണിത്, സ്പോട്ടിഫൈ മൊത്തം ഞാൻ പ്രീമിയം എടുത്തൊരു ആഡ് അല്ലല്ലോ. അപ്പോൾ എന്താ പറയുക, ഈ Q&A ഇട്ടിട്ടുണ്ട്, വാട്ട് യു തിങ്ക് അബൌട്ട് ദിസ് എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ആൻസർ എനിക്ക് പറ്റണില്ല. അത് എന്നിട്ട് Q&A എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്താ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് വാട്ട് യു തിങ്ക് അബൌട്ട് ദിസ് എപ്പിസോഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, അല്ല നിങ്ങൾക്ക് അഭിപ്രായം പറയാവുന്നതാണ്. അപ്പം ഞാൻ അടുത്ത വർഷം നമുക്ക് റിപ്ലൈ തരാം. അത് മാത്രമല്ല ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ലൈക്ക് എന്തൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എനിക്ക് എൻ്റെ മെയിലിലോട്ട് മെയിൽ അയക്കാവുന്നതാണ്. എല്ലാം സെറ്റ് ചെയ്യാം, നമുക്ക് വൺ സെറ്റപ്പാണ്. പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, എല്ലാം ഓൾറെഡി വരും. പിന്നെ ഗൈസ് അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്ത വർഷത്തേക്ക് കുറേ പ്ലാൻസും ആഗ്രഹങ്ങളും കുറേ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്യണം. അതാണ് എൻ്റെ അടുത്ത വർഷത്തേക്കുള്ള പോഡ്കാസ്റ്റ് എന്ന നിലയിലുള്ള കുറച്ച് പ്ലാൻസ് ഞാൻ പറഞ്ഞു. അതൊക്കെ തന്നെയുള്ളൂ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. നിങ്ങൾ ഹാപ്പിയാണോ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഹാപ്പിയാണെങ്കിൽ ഞാനും ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയാണെങ്കിൽ നിങ്ങൾ ഹാപ്പി അല്ലേ? അപ്പോൾ പറയുന്നുള്ളൂ ഗൈസ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരും. അടുത്തൊരു എപ്പിസോഡായിട്ട് ഇനിയും പിറപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു ഫ്രണ്ടുമായിട്ട് ഷെയർ ചെയ്യണം. അത്ര എനിക്ക് പറയുള്ളൂ. നിങ്ങൾ ഷെയർ ദിസ് പോഡ്കാസ്റ്റ്, ദിസ് എപ്പിസോഡ്, ആൻഡ് ഐ വിൽ കം വിത്ത് അനദർ ഗുഡ് എപ്പിസോഡ് നെക്സ്റ്റ് ടൈം. ഹാപ്പി ന്യൂ ഇയർ. ബൈ. I'm not about these things. Still it chooses right in the tree where he would die. Times down the line, and daily more than love is the blood red stain, the beauty that the pain.